ഇടുക്കി തൊടുപുഴയിൽ കൊട്ടേഷൻ നൽകി കച്ചവട പങ്കാളിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. മുഖ്യമന്ത്രി ജോമോൻ മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിവരെ 4 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതിനിടെ ബിജു ജോസഫിനെ കൊലപ്പെടുത്താൻ പ്രതികൾ മുമ്പ് 3 തവണ കൊട്ടേഷൻ നൽകിയെന്ന് അയൽവാസിയെ പ്രക്ഷോഭ് വെളിപ്പെടുത്തി. തൊടുപുഴ കൊലപാതകത്തിലെ നിർണായക തെളിവായ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഒമിനി വാനും കൊല്ലപ്പെട്ട ബിജു സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനവും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇത് കണ്ടെത്തുന്നതിനും വിശദമായ അന്വേഷണം നടത്തുന്നതിനും വേണ്ടിയാണ് തൊടുപുഴ പോലീസ് പ്രതികളെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതിനിടെ ബിജുവിനെ കൊലപ്പെടുത്താൻ ജോമോൻ എറണാകുളത്തെ ഗുണ്ടാ നേതാവിന് മുൻപും കൊട്ടേഷൻ നൽകിയിരുന്നതായി അയൽവാസിയുടെ വെളിപ്പെടുത്തൽ വന്നു. എന്നാൽ ഇയാൾ കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബത്തെ അപായപ്പെടുത്താൻ പദ്ധതിയിട്ടു. ഇതാണ് ജോമോനെ ആദ്യം പിന്തിരിപ്പിച്ചതെന്നും പ്രദേശവാസി പ്രശോഭ്. 3 കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള രൂപത്തിലാണ് ജോമൻ പറയുന്നത്. ഈ കണ്ടെയ്നർ സാബ് വീട് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ വീട് ആക്രമിക്കുന്നതിനോട് ജോമോന് താല്പര്യമില്ല, അങ്ങനെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ എന്നുള്ള രൂപത്തിൽ പറഞ്ഞുകൊണ്ടാണ് പിടിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ നിലവിളിച്ചപ്പോൾ കഴുത്തി ചവിട്ടി പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കലയന്താനി എന്ന് പറയുന്ന സ്ഥലം വരെ കോലാനിയിൽ നിന്ന് പോകുമ്പോൾ അത്രയും ദൂരം ചവിട്ടി പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മരണം ഉണ്ടായിരിക്കുന്നത്. എറണാകുളത്ത് കാപ്പ ചുമത്തി റിമാൻഡിലുള്ള കേസിലെ 2ാം പ്രതി ആഷിഖിന് വേണ്ടി പ്രൊഡക്ഷൻ വാറണ്ടും പോലീസ് ഹാജരാക്കിയിട്ടുണ്ട്. 4 പ്രതികളെയും വീണ്ടും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. 24 ഇടുക്കി.